ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ 2020 നമ്മളുടെ 6ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ABCD is a square, its diagonals are parallel to the coordinate axis. AC equal to 6 and the coordinate of A is 3, 2. Write the coordinate of the vertices of C, B and D. ചിത്രത്തിലെ ABCD ഒരു സമചതുരാണ്. സമചതുരത്തിന്റെ വികരണങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. എയുടെ സൂചക സംഖ്യകൾ 3, 2. കൂടാതെ AC 6 സെന്റിമീറ്റർ 6 യൂണിറ്റ് എങ്കിൽ CBD എന്നീ മൂലകളുടെ സൂചക സംഖ്യകൾ എഴുതുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ഇത് ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇതോ വൈ ആക്സിസ്. ഓക്കെ, അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഇനി അടുത്തൊന്ന്, AC യുടെ നീളം 6 ആണെന്ന് പറയുന്നുണ്ട്. ഇതാ AC ഈക്വൽ ടു 6. അപ്പോൾ ഇത് ടോട്ടൽ 6 ആണ്. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽസ് രണ്ടും എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. രണ്ടിനും എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. സ്ക്വയറിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഇത് 90 ഡിഗ്രി ബൈസെക്ട് ചെയ്യും തുല്യമായിട്ട്. അപ്പോൾ 6നെ ബൈസെക്ട് ചെയ്യുമ്പോൾ 3, 3. ഇവിടെ അതേപോലെ തന്നെ 3, 3. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ഡയഗണൽസ് ഈക്വൽ ആണ് സ്ക്വയറിന്. ഓക്കെ, അപ്പോൾ ഈ 3ൻ്റെ അവിടുന്ന് A 3, 2 അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് 3, 3 കൂട്ടിപ്പോവും. ഇനി നമുക്ക് ഞാൻ ചിത്രം ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിയും ബിയും ഡിയും ഒക്കെ കാണാലോ. ആദ്യം ഇയുടെ കോർഡിനേറ്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഈ എന്ന് പറയുന്നത് സെൻറ്റർ ആണ്. ഈ നമുക്ക് വേണമെന്നില്ല, നമുക്ക് CBD മതി കേട്ടോ. ഇവിടെ നോക്കി, ഈ 3ൻ്റെ അവിടുന്ന് ഒരു 3 കൂടി മുമ്പോട്ട് പോകുമ്പോൾ എത്രയായി? 6 ആയി. അപ്പോൾ 6, 2. അപ്പോൾ C എത്രയായിരിക്കും? ആ 6ക്ക് ഒരു 3 കൂടി കൂട്ടുമ്പോൾ 9, 2. ഇനി ഈ ഇവിടെ നമുക്ക് കിട്ടിയ എത്രയാ? 6, 2 ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്താണ്? 6 ആണ്. ഇവിടുത്തെ എക്സ് എന്താണ്? 6 ആണ്. ഇനി y 2 ഉള്ളത് 3 ആകുമ്പോൾ ഇവിടെ 5 ആയി. 2ന്ന് 3 പോകുമ്പോൾ -1 ആവും. കണ്ടോ? അപ്പോൾ നമുക്ക് വേണ്ട പോയിന്റുകൾ കിട്ടി. C 9, 2, 6, 5, 6, -1. എങ്ങനെ ഇവിടെ -1 വന്ന്? ഇവിടെ 6, 2 കിടക്കുന്നത്. അതിൽ നിന്ന് 3 യൂണിറ്റ് താഴത്തേക്ക് വരുമ്പോൾ 6, -1 ആവും. ഓക്കെ, draw the coordinate axis and mark the point A -30, B 30 and C 03 √3. XY അക്ഷങ്ങൾ വരച്ച് A -30, B 30, C 03 √3 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഓക്കെ, ഞാൻ ആദ്യം ഈ √3 എന്നൊക്കെ വരുമ്പോഴേ √3 വരുമ്പോൾ നമുക്കിവിടെ ഒരു മിനിറ്റ്, നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, √3 വരുന്നത് എത്ര വരുമ്പോഴാണ്? 60 ഡിഗ്രി വരുമ്പോഴാണ്. അപ്പോൾ ഈ 60 ഇവിടെ ഞാൻ 60 ഡിഗ്രി എടുത്തു. ഓക്കെ, ഇവിടെയും ഞാൻ 60 ഡിഗ്രി എടുത്തു. ഇവിടെ എത്രയാ? -30 കൊടുത്തു. ഇവിടെ 30 കൊടുത്തു. നമ്മൾ റഫായിട്ടൊന്ന് സൈഡിൽ വരച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ ഹൈറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 30 വരും. ഇത് 0, 0 ഒറിജിൻ ആയിരിക്കും. കാരണം ഇങ്ങോട്ടും ഇങ്ങോട്ടും 3 യൂണിറ്റ് ആണ്, ഇങ്ങോട്ടും 3 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ നീളം 3 വരും, ഇവിടെയും 3 വരും. ഓക്കെ, അപ്പോൾ 30ന് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. അതാണ് അംശബന്ധം വരിക, റേഷ്യോ വരിക. അതിൽ 30ന് ഓപ്പോസിറ്റ് 3 ആണ്. അപ്പോൾ √3ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3 √3 ആയിരിക്കും. ഈ ലെങ്ത് 3 √3 ആയിരിക്കും. അപ്പോൾ എക്സിൽ 0, വൈയിൽ 3 √3. ഈ ചിത്രമാണ് നമുക്ക് വരക്കേണ്ടത്. ഓക്കെ, ആണോ? 60 ഡിഗ്രി വരച്ചാൽ മതി. അപ്പോൾ A -3 0 മാർക്ക് ചെയ്യുക, B 30 മാർക്ക് ചെയ്യുക. അതിനുശേഷം 60 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ നിന്ന് ബിയിലോട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 √3 എന്ന് പറയുന്ന ലെങ്ത് കിട്ടും. ഓക്കെ, നമ്മൾ റഫായിട്ടൊന്ന് വരച്ച് നോക്കി. ഇനി നമുക്കിത് നോർമലായിട്ട് വരക്കാം. അതെങ്ങനെ വരച്ചാൽ മനസ്സിലായല്ലോ? -3, 3. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇത് ഒറിജിനായിട്ട് എടുത്തു.
ഇവിടെ നിന്നിട്ട് 3 യൂണിറ്റ് അപ്പോൾ -3, ഇവിടെ നിന്നിട്ട് 3 യൂണിറ്റ് അപ്പോൾ 3, 0. ഇനി 60 ഡിഗ്രിയിൽ വരച്ച് കഴിഞ്ഞാൽ 30, 60, 90 വരും. അപ്പോൾ 60-ന് ഓപ്പോസിറ്റ് √3, 30-ന് ഓപ്പോസിറ്റ് 3 എന്ന് കിട്ടും. അപ്പോൾ 60-ൻ്റെ ഓപ്പോസിറ്റ് 3 √3 എന്നായി. അപ്പോൾ 0, 3 √3 നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് വരക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് തന്നിട്ടുള്ള പോയിന്റുകൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് -3, 0 3, 0 മാർക്ക് ചെയ്തു. ഇനി 2 പോയിന്റുകൾ നമുക്ക് ലെങ്ത് വരക്കാം, ലൈൻ വരക്കാം കേട്ടോ. എന്നിട്ട് ട്രയാങ്കിൾ വരച്ചാൽ മതി. ഇനി നമുക്ക് ഈ പോയിന്റിൽ എന്ത് ചെയ്യാം, ഒരു 60 ഡിഗ്രി വരക്കാം. നിങ്ങൾ സ്കെയിൽ വരച്ചിട്ട് ആക്സിസ് വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ വരച്ചിട്ട് കറക്റ്റ് ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യും കേട്ടോ. ഞാൻ ജിയോജബ്രയിലാണ് വരക്കുന്നത്, നമുക്ക് ഗ്രാഫ് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ സ്കെയിലിൽ കറക്റ്റ് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി 45-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കുക, 60 കൊടുക്കുക. എന്നിട്ട് ആ ലൈന് യോജിപ്പിക്കുക അവിടുന്ന് ഇപ്പുറത്തോട്ടും. ഇപ്പം നമ്മളുടെ പോയിന്റുകളായി കണ്ടോ, എ ബി സി. എയുടെ അവിടെ -3, 0, ബിയുടെ അവിടെ 3, 0, മുകളിൽ എന്ത് വരും, 0, 3 √3 എന്നും വരും. നമ്മൾ എങ്ങനെയാണെന്നുള്ളത് തൊട്ടും മുകളിലെ സ്ലൈഡിൽ നമ്മൾ കാണിച്ചു. ഇങ്ങനെ കിട്ടും നമ്മുടെ ചിത്രം. ഓക്കെ, നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. കറക്റ്റ് ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുക, അതിൻ്റെ സെൻറ്ററിൽ ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക. എന്നിട്ട് കറക്റ്റ് ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പുറത്ത് അതേപോലെ ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് പോസിറ്റീവ് നമ്പർ, ഇങ്ങോട്ട് നെഗറ്റീവ് നമ്പർ. മുകളിലേക്കും അതേപോലെ തന്നെ ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ അളവുകൾ അതേ അളവിലെടുത്ത് വരച്ചാൽ മതി, കറക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും ചോദ്യം, ഈ 2 ചോദ്യങ്ങളാണ് നമുക്ക് 2020 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് SSLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അത് അത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മളുടെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും ചിലപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസുകളൊക്കെ വരും. ചില ക്വസ്റ്റ്യൻസുകൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണെന്നൊക്കെ. ഇപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് ആണ് ചെയ്യുന്നത്, ടാൻജൻസിൽ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ ഡ്രോ ദ ആക്സിസ് എന്ന് പറയുന്നത്, ആക്സിസ് വരച്ചാണ്ട് അടയാളപ്പെടുത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഒട്ടുമിക്ക വർഷത്തും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആക്സിസ് വരച്ചാണ്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാത്സിന് നല്ല A+ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കുക. പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് എന്നാണ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്താണ്ട് നമുക്കൊരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആവാൻ നമുക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പോൾ മാത്സ് ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവാം. അതൊന്നും ഒരു ടെൻഷനാക്കിയിട്ട് എടുക്കണ്ട. ഫെയിലിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ് നമ്മൾ പറയുക. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്, വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഈ തോൽവി എന്ന് പറയുന്നത്. തോറ്റിട്ടുള്ളവരെ ജീവിതത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. നമ്മൾ ഏതൊരു ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അയാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോറ്റിട്ടുണ്ടാവും. അവരെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. വിജയിച്ചവരെല്ലാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൂ എന്നൊക്കെ പണ്ടുള്ളവർ പറയും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ തോറ്റു എന്ന് കരുതിയാണ്ട് നിങ്ങൾ മാത്സ് ബുദ്ധിമുട്ടാണെന്ന് കരുതിയാണ്ട് ഒഴിവാക്കി കളയരുത്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, പരിശ്രമിച്ച് കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. നമ്മൾ മാത്സ് ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് പഠിച്ചാൽ കഴിയുമോ എന്നുള്ള ആ ചിന്ത നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത് നമുക്ക് അത്രത്തോളം സിമ്പിളായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് മാത്സ് ബുദ്ധിമുട്ടാണെന്നുള്ള ആ ചിന്ത അങ്ങോട്ട് മാറ്റി വെക്കുക. ഒരാളും എല്ലാം പഠിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ്, നമ്മളായിട്ട് തീരുമാനിക്കുന്നതാണ്. നമ്മളായിട്ട് നമ്മളുടെ മൈൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്ത് അടിച്ചേൽപ്പിച്ചാണ് മാത്സ് എന്നെ കൊണ്ട് കഴിയില്ലെന്നുള്ളത്. അപ്പോൾ അതാണ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുക കേട്ടോ. നമുക്കൊരു ഏകദേശം ഒരു 7 ദിവസത്തോളം മാത്സിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് and see you soon. Thank you for watching this video.